നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എന്നേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ എന്നേശുവേ. സ്നേഹത്താൽ നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എന്നേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ, നിന്റെ സാന്നിധ്യം എന്നെ നടത്തണേ എന്നേശുവേ, അങ്ങേ ദർശിപ്പാൻ ഇടയാകണേ എന്നേശുവേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എന്നേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ എന്നേശുവേ. ഒരിക്കൽ കൂടെ നിന്റെ സ്നേഹത്താൽ, നിൻ സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എന്നേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നേശുവേ, അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ എന്നേശുവേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. ഓ യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ, നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന
നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ. നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എൻ മനോഭാരങ്ങൾ, വ്യാകുല ചിന്തകൾ നിൻ ത്യാഗമോർക്കുമ്പോൾ മറന്നു പോകും. നിൻ കൃപയോർക്കുമ്പോൾ, നിന്നെ ധ്യാനിക്കുമ്പോൾ ഭാവി ആശങ്കകൾ ഒഴിഞ്ഞു മാറും. എൻ മനോഭാരങ്ങൾ, വ്യാകുല ചിന്തകൾ നിൻ ത്യാഗമോർക്കുമ്പോൾ മറന്നു പോകും. നിൻ കൃപയോർക്കുമ്പോൾ, നിന്നെ ധ്യാനിക്കുമ്പോൾ ഭാവി ആശങ്കകൾ ഒഴിഞ്ഞു മാറും. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലലിയുവാൻ മുഴുവനായി ഞാൻ സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി. ഒരിക്കൽ കൂടെ യേശുവേ, ഓ യേശുവേ സമ്മതിച്ചാട്ടെ. ദൈവസന്നിധിയിൽ അവനില്ലെങ്കിൽ നാം ശൂന്യരെന്ന് സമ്മതിച്ചാട്ടെ. യേശുവേ, അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെ പോൽ സ്നേഹിതനായി ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെ പോൽ സ്നേഹിതനായി വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ, എൻ രാജനേ, യേശുവേ, എൻ നാഥനേ. എൻ്റെ ജീവിതം, ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ. അതെ, ഇനി എൻ്റെ ജീവിതം, ഇനി എൻ്റെ ജീവിതം നിനക്കായി. നിന്റെ കൂടെയുള്ള വാസം, ഓ ഇനി എൻ്റെ ജീവിതം നിനക്കായി.
സമർപ്പിച്ചാട്ടെ. യേശുവേ, യേശുവേ, നാഥനേ, ഓ യേശുവേ, എന്റെ ശരീരം നിനക്കായി, എന്റെ ആത്മാവ് നിനക്കായി, എന്റെ ദേഹി നിനക്കായി, എന്റെ കുടുംബം നിനക്കായി, എന്റെ കഴിവുകൾ നിനക്കായി, എന്റെ ശ്വാസം നിനക്കായി, എന്റെ ആരാധന നിനക്കായി, എന്റെ ശ്രദ്ധ അങ്ങയ്ക്കായി, എന്റെ സമയങ്ങൾ അങ്ങയ്ക്കായി, എന്റെ ആരാധന അങ്ങയ്ക്കായി, എന്റെ ഗീതങ്ങൾ അങ്ങയ്ക്കായി. നാളുകൾ നിനക്കായി, എന്റെ ജീവിതം നിനക്കായി, ഉള്ള നാളുകൾ നിനക്കായി, എന്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി, എന്റെ ജീവിതം നിനക്കായി, ഉള്ള നാളുകൾ നിനക്കായി. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാൽ, ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാൽ, എന്തു ഞാൻ നൽകിടും തുല്യമായി, ഇഴയേ നിൻ മുൻപിൽ യാഗമായി, എന്തു ഞാൻ നൽകിടും തുല്യമായി, ഇഴയേ നിൻ മുൻപിൽ യാഗമായി. ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ, ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ, എന്തു ഞാൻ നൽകിടും തുല്യമായി, ഇഴയേ നിൻ മുൻപിൽ യാഗമായി, എന്തു ഞാൻ നൽകിടും തുല്യമായി, ഇഴയേ നിൻ മുൻപിൽ യാഗമായി. എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ, തിന്മകൾ സഹിച്ച് മരിച്ച നാഥനെ, എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ, നിന്ദകൾ സഹിച്ച് മരിച്ച നാഥനെ, ഒരിക്കൽ കൂടെ,
എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ച് മരിച്ച നാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ഒരിക്കൽ എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ തിന്മകൾ സഹിച്ച് മരിച്ച നാഥനെ എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ച് മരിച്ച നാഥനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. ലോകമേതും യോഗ്യം മല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാനോടുമാ നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ
എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ സഹിച്ച മരിച്ച നാഥനെ, എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്നകൾ സഹിച്ച് മരിച്ച നാഥനെ, ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സന്തോഷത്തോടെ ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലെഴും സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലെഴും സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻ കരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻ കരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ഓ സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. വരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. വരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ. അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നു, അനുനിമിഷവും അതികുതുകമായി നോക്കി പാർക്കുന്നു. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ വന്നു വാഴുവാൻ. സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. വരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ,
അറിയുന്നില്ല ഞാൻ വരനെന്നും വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അറിയുന്നില്ല ഞാൻ അനുനിമിഷവും അതികുതമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികുതമായി നോക്കി പാർക്കുന്നേ. സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരു രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ എന്നെ തന്നെ ഒരു രാജ്യത്തിൽ വന്നു വാഴുവാൻ, ഒന്നുകൂടെ സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, സിയോൻ മണാളനേ ശാലേമിൻ പ്രിയനേ, നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. അത് സ്വർഗത്തിൽ പോയിട്ട് മാത്രമല്ല, ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം ഇവിടെയുണ്ട്. നമ്മെ തന്നെ ഒരുക്കാം. അഭിഷേകത്തിലൂടെ കഴിഞ്ഞ ആഴ്ച വന്ന ദൂത് നമ്മളെ തന്നെ ഒരുക്കാം അവന്റെ സംവിധാനത്തിൽ ജീവിക്കുവാൻ, അവന്റെ രാജ്യത്തിൽ, അവന്റെ രാജ്യത്തിന്റെ സമാധാനത്തിൽ ജീവിക്കുവാൻ, അവന്റെ രാജ്യത്തിന്റെ സംവിധാനങ്ങളിൽ ജീവിക്കുവാൻ. നമ്മൾ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിലുള്ള ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ. ഹല്ലേലൂയ. എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം ഈ സന്ധ്യാസമയം ഈ സർവീസിൽ ചേരുന്ന ഓരോരുത്തരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ സന്തോഷമായ നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഈ ഓരോ അവസരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ വർഷം തീരുവാൻ 2 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ വർഷം ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തി. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 മാസവും പരിശുദ്ധാത്മാവ് വളരെ അത്ഭുതകരമായി നമ്മളെ നടത്തും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ദൈവാത്മാവിൻ്റെ കൂടെ മുൻപോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു പരിശുദ്ധനെ. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ അപ്പൻ്റെ പാദപീഠത്തിനോട് അടുത്ത് ചേർന്ന് വരുവാൻ നൽകിയിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു പരിശുദ്ധനെ. അപ്പം അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോട് ജീവിക്കുവാൻ, അങ്ങയുടെ ഇഷ്ടമുള്ള, അങ്ങയുടെ ഹിതപ്രകാരമുള്ള ഒരു തലമുറയ്ക്ക് ജന്മം നൽകുവാൻ ഉള്ള ദൈവിക കൃപ ഞങ്ങളുടെ മേൽ അങ്ങ് കൈമാറുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേരുന്ന തൻ്റെ ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വലിയൊരു കൈമാറ്റം അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. മഹത്വം പുകഴ്ച അങ്ങേക്ക് മാത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. മുൻപോട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ദൈവാത്മാവ് എന്താണോ നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ ഏത് തലങ്ങളിലോട്ടാണ് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി നമുക്ക് ദൈവാത്മാവിനോട് കൈപിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി ദൈവവചനത്തിൽ നിന്ന് പങ്കിടുവാനായി വേണ്ടി ഈ സഭയിലെ സീനിയർ പാസ്റ്ററും എൻ്റെ ആത്മീയ പിതാവുമായ പാസ്റ്റർ സന്തോഷ് വർഗീസിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. Greetings to you all in the name of our Lord and Savior Jesus Christ.
2021 11 മാസം ആദ്യത്തെ വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം തരുന്ന നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord that He gave us one more opportunity to gather together on this first Friday of this 11th month in the year 2021. ദൈവത്തിൻ്റെ കരമേറിയ ശ്രേഷ്ഠമായ അനേക ദൈവപ്രവൃത്തികൾ ഈ കഴിഞ്ഞ 10 മാസം നമ്മൾ അനുഭവിക്കാനിടയായി. For last 10 months we have experienced and witnessed the wonderful works of the Lord in our life. ദൈവത്തെ രുചിച്ചറിയാൻ പലർക്കും അവസരം ലഭിച്ച വർഷമാണ് 2021. 2021 was a year where many received this privilege to experience the Lord. ദൈവത്തെ രുചിച്ചറിയാൻ It was a privilege to taste the Lord. ഞാൻ ഈ 2021 വളരെ വ്യത്യസ്തമായ നിലയിൽ ദൈവത്തെ അനുഭവിക്കാൻ ദൈവമിടയാക്കി. God enabled me to experience Him and taste Him in this year in many different ways. ദൈവത്തോടുള്ള കൂട്ടിമുട്ടൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ച വർഷമാണ് 2021. 2021 was a year where I experienced many encounters with the Lord. ദൈവ ശബ്ദത്തിൻ്റെ മധുരിമ കൂടുതൽ ഞാൻ അനുഭവിച്ച രുചിച്ച വർഷമാണ് 2021. And this year was a year where I tasted the sweetness of the voice of God. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതുപോലെ, just as I told you in the earlier weeks, ദൈവവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പ്രധാന കാലഘട്ടം. This season is a season where many had this opportunity to experience the Lord because they desired to be close to the Lord. ഇത് ദൈവത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ അവസരം ലഭിക്കുന്ന കാലഘട്ടം. This was a season where we received opportunities to experience the Lord very closely. യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ നമ്മളുടെ അരികിൽ മാനിഫെസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. And this season was a season where Jesus Christ desired to manifest Himself to us like never before. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് I will repeat it for you. യേശു ക്രിസ്തു ഏറ്റവും അടുത്ത് നമ്മളോട് ഇടപഴകാൻ, നമ്മളോട് സഹകരിക്കാൻ, നമ്മളുമായി സമയം ചെലവിടുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. This is a very crucial season where Jesus Christ desires to spend most of His time with us and also wants to deal with us in a very unique way. യേശു ക്രിസ്തു 33.5 വയസ്സ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, when Jesus Christ was on this earth for 33.5 years, 3.5 വർഷം തൻ്റെ ശുശ്രൂഷ കാലഘട്ടം, and 3.5 years was His year of ministry. ഈ 3.5 വർഷക്കാലം യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കൂടെ ചെലവഴിച്ചതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള 40 ദിവസങ്ങൾ. For these 3.5 years, the time that Jesus spent with the disciples, it was different from those 40 days that Jesus spent with His disciples after His resurrection. ശിഷ്യന്മാരെല്ലാവരും ഏറ്റവും കൂടുതൽ കർത്താവിനെ ടേസ്റ്റ് ചെയ്തത് ആ 3.5 വർഷത്തിലല്ല, ഈ 40 ദിവസത്തിലാണ്. The disciples tasted Jesus in a very unique way, not during His 3.5 years of time on this earth, but it is after the time of resurrection in those 40 days. യേശുവിനെ 3.5 വർഷ ശുശ്രൂഷ കാലയളവിൽ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ ഈ 12 പേർക്കും കഴിഞ്ഞില്ല. These 12 disciples couldn't understand the clarity of the personality of Jesus Christ. പക്ഷേ ഈ 40 ദിവസം കൊണ്ട് യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായി അവർ തിരിച്ചറിഞ്ഞെന്നുള്ള. But in this 40 days we understand that they could have a clear understanding of the person of Jesus Christ. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം അതിനേക്കാളും ആഴത്തിലായിരുന്നു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് പിന്നീട്. And after the arrival of the Holy Spirit, they started understanding Jesus Christ in more depth.
ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നോ? Could you understand what I said? പൗലോസ് പറയുമ്പോൾ അതിന് ഒത്തിരി ആഴങ്ങളുണ്ട്. When Paul speaks about Jesus Christ, it has great depth. പത്രോസിന്റെ ലേഖനങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴങ്ങൾ ഒത്തിരി ശ്രേഷ്ഠമാണ്. And in the epistles written by Peter, the depth about the understanding of Jesus Christ is greater. യോഹന്നാൻ യേശുവിനെ കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ ആഴങ്ങൾ ഒത്തിരിയാ. And when John writes about Jesus Christ, the depth is more deeper. അപ്പോസ്തല പ്രവൃത്തി 2 ശേഷം യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് ശ്രേഷ്ഠമാണ്. And after the second chapter of Acts of Apostles, we see that the glory of Jesus Christ is introduced in a very different way. അപ്പൊ അതിന്റെ അർത്ഥം, It means, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അത് വ്യക്തമായിട്ട് പറയുന്നു. in the epistles to Corinthians, Paul says this thing very clearly. യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പൂർണ്ണത എനിക്കും നിനക്കും മനസ്സിലാക്കണമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വ മണ്ഡലങ്ങളിൽ യേശു ക്രിസ്തുവിനെ നിനക്ക് ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. He says that if you want to understand the fullness of the glory of Jesus Christ, and if you want to operate in those glorious realms where Jesus Christ dwells, then you need the help of the Holy Spirit. പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ കെമിസ്ട്രി, അതിൻ്റെ മണ്ഡലങ്ങൾ നിനക്ക് ആഴത്തിൽ ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ പറ്റത്തുള്ളൂ. If you have to understand the greatness of the chemistry between the triune God, that is Father, Son and the Holy Spirit, then you need the help of the Holy Spirit. ഇത് ഏറ്റവും ക്രിട്ടിക്കൽ കാലഘട്ടമാണ്. And this is a very critical season. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ വാതിക്കൽ നമ്മൾ എത്തി നിൽക്കുക. Because we have come very close to the second coming of our Lord Savior Jesus Christ. അങ്ങനെയെങ്കിൽ And if it is so, യേശു ക്രിസ്തുവിന് നമ്മുടെ മുൻപിൽ ഒത്തിരി വിശേഷപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. Jesus Christ desires to manifest many unique things to us. യേശു അത് വെളിപ്പെടുത്തിയാൽ നിനക്കത് മനസ്സിലാക്കണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ പറ്റത്തില്ല. And if you have to understand what Jesus Christ desires to manifest before you, without Holy Spirit you can never understand them. ഞാൻ ഒന്നുകൂടി ചൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, I want to tell it more clearly to you. പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെട്ടിട്ട് നിന്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ ശബ്ദം നിന്റെ കാതിലെത്തിയിട്ട് നിനക്കതിനെ വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാഞ്ഞതിൻ്റെ കാരണം നിനക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമില്ലാഞ്ഞിട്ടാ. Many times Jesus Christ came closer to you. He also gave his voice to you. He also desired to talk to you, but you couldn't recognize it because you didn't have a good relationship with the Holy Spirit. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Could you understand what I am sharing? അപ്പോൾ മനസ്സിലാക്കുക, So understand this. പൗലോസ് എന്ന് പറയുന്ന അഭിഷക്തൻ, Paul, who is an anointed man, യേശു ക്രിസ്തുവിന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന ആളല്ല. he was not one among those persons who was along with Jesus in his 3.5 years of ministry. എന്നാൽ 3.5 വർഷം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ രക്തം അകത്തുണ്ടായിരുന്നതിനേക്കാൾ ആഴത്തിലാണ് പരിശുദ്ധാത്മാവിലൂടെ പൗലോസ് യേശുവിനെ അറിഞ്ഞത്. But Paul, with the help of the Holy Spirit, could understand about Jesus Christ more than the disciples who were along with Jesus for 3.5 years in his ministry life. ഞാൻ നിങ്ങൾക്കൊരു പ്രതീക്ഷ തരിക. So I am giving you one hope. പെന്തക്കോസ്തിൽ നിനക്ക് വലിയ പാരമ്പര്യം കാണത്തില്ല. You wouldn't be belonging to a great Pentecostal tradition. നീ ഒത്തിരി സ്ട്രോങ് ആയി ചിലപ്പോൾ ചർച്ചിൽ പോയ ആളായിരിക്കത്തില്ല. You wouldn't be that strong believer who often went to the church. നിനക്ക് ദൈവവുമായിട്ട് ഇതുവരെ വലിയ ബന്ധം കാണത്തില്ല. You would have been a person who didn't have a good relationship with the Lord. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരാം. But I want to give you one confirmation. ദൈവാത്മാവിന്റെ കൂടെ ഇരിക്കാൻ നീ തയ്യാറായാൽ, if you are ready to spend time with the Holy Spirit, ദൈവാത്മാവിനെ കീഴടങ്ങാൻ നീ തയ്യാറായാൽ, if you are ready to surrender yourself to the Holy Spirit, ദൈവാത്മാവ് നീയും കൂടെ ഒരു കരാറിലെത്തിയാൽ, if you are ready to come into an agreement with the Holy Spirit, നീയും ദൈവവും തമ്മിൽ ഒരു കവനന്റ്, ഇപ്പൊ ദൈവാത്മാവും തമ്മിൽ ഒരു കവനന്റ്
കവനന്റിലെത്തിയാൽ, if you are ready to establish a covenant with the Holy Spirit, ദീർഘനാളുകൾ പെന്തക്കോസിനകത്തിരുന്നവർ മനസ്സിലാക്കാത്ത ക്രിസ്തുവിന്റെ പല രഹസ്യങ്ങളും നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. you would be able to understand those secrets of Jesus Christ, more than those people who have a great Pentecostal tradition. ഇന്നത്തെ പെന്തക്കോസ് സഭകളിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കാത്തത് പലതും ആത്മാവിന്റെ കൂടെ ഇരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. What many people who are in the Pentecostal churches for many years, what they couldn't understand, if you are ready to sit with the Holy Spirit, the Lord will reveal it to you. പല ട്രഡീഷനുകളും പെന്തക്കോസുകാർക്കറിയാം. Pentecost is aware of many traditions. പെന്തക്കോസിനകത്തെ പാരമ്പര്യത്തെക്കുറിച്ച് ഭയങ്കര അറിവാണ്. They have great knowledge about the Pentecostal tradition. പക്ഷെ ഇന്നത്തെ സഭയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിനെ, യേശുവിനെ പലർക്കും പരിചയമില്ല. But many do not understand the Christ who has manifested in the church today. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലാവുന്നു? How many of you could understand this voice of God? വേദോസ ഭാഷ പറഞ്ഞ, In the language of the Bible, I would say, കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമായ ശീമോന് മനസ്സിലാകാത്ത കാര്യം പാപിനിയായ സ്ത്രീക്ക് മനസ്സിലാവും. the Simon who was a leper, what he couldn't understand, that sinful woman could understand it. കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമായിട്ട് അവൻ ഒരു ജോലിക്കാരനായിട്ട് പോവല്ല, ചർച്ചിനകത്തെ പരീശന്മാരുടെ ഗണത്തിൽ അവൻ എത്തി. So after being healed from leprosy, he is not going to be an ordinary worker, but he is becoming one among the Pharisees in the church. അവൻ ദേവാലയത്തിനകത്തെ ആളായി. He became an insider of the temple. പക്ഷെ ദേവാലയവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ത്രീയാണ് ഈ പാപിനിയായ സ്ത്രീ. But this sinful woman has no relation with the temple. പക്ഷെ അവൾക്കുള്ള അറിവ് ശീമോനില്ലാതായി. But the understanding that she had, Simon couldn't have it. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. I believe you could understand what I shared with you. യേശുവിന്റെ കൂടെ 3.5 വർഷം ഉണ്ടായിരുന്ന യൂദയ്ക്കില്ലാത്ത അറിവ് കൂശ്യ സ്ത്രീയായ കനാനൈറ്റ് വുമണിന് ഉണ്ടായിരുന്നു. Judas, who didn't have the understanding about Jesus Christ, the Canaanite woman could access that understanding about Jesus യേശുവിനെ Christ. ദൈവം യൂദയെ യേശു അപ്പോസ്തലൻ എന്ന് വിളിച്ചു. Jesus called Judas as the apostle. യൂദയെ യേശു ശിഷ്യൻ എന്ന് പറഞ്ഞു. Jesus also considered Judas as his disciple. പക്ഷെ കൂശ്യ സ്ത്രീയെ പറഞ്ഞ നായ്ക്കുട്ടിന്ന്. But Jesus called that Canaanite woman as dog. പക്ഷെ അവൾ അറിഞ്ഞ അറിവ് യേശുവിനെ കുറിച്ച് യൂദയ്ക്കില്ലാതായി. But the understanding that this Canaanite woman had, Judas couldn't have it. യേശുവിനെ കൈകളിലെടുത്ത പുരോഹിതന്, യേശുവിനെ സർക്കംസെഷൻ നടത്തിയ, പരിച്ഛേദന നടത്തിയ പുരോഹിതനില്ലാത്ത അറിവ് ശതാധിപനുണ്ടായിരുന്നു. And the understanding that the priest who took Jesus Christ in his hand to circumcise him, the understanding that he had was so less than the understanding that the centurion had about Jesus Christ. പുരോഹിതൻ ആലയത്തിലുള്ള ആളാ. The priest is the one who stays in the temple. പ്രവചന പുസ്തകങ്ങൾ വായിക്കുന്ന മനുഷ്യൻ. He is a man who often refers the prophetical books. പ്രവചന പുസ്തകങ്ങളെ വ്യാഖ്യാനിക്കുന്നവൻ. He is the one who interprets the prophetical books. വരാൻ പോകുന്ന യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവൻ. He is the one who preaches about the Jesus Christ who is coming. തന്റെ കയ്യിലെത്തിയിട്ട് അവൻ അത് തിരിച്ചറിഞ്ഞില്ല. He couldn't recognize that Jesus even when he was placed in his hands. എന്നാൽ ശതാധിപൻ, But the centurion, അവൻ ആലയത്തിൽ അങ്ങനെ പോകുന്നവനല്ല. he was not a routine visitor to the temple. പക്ഷെ മനസ്സിലാക്കുക, But we have to understand, പുരോഹിതൻ ഇല്ലാത്ത അറിവ് അവനുണ്ട്. he had an understanding that this priest didn't have. ആലയത്തിൽ ഇരിക്കുന്ന പലർക്കും ഇല്ലാത്ത അറിവ് വഴിയിലിരിക്കുന്ന യാചകനുണ്ട്. The ones who are in the temple, they didn't have this understanding, but the beggar who is on the roadside, he had a greater understanding ഞാൻ ഈ about പറഞ്ഞത് Jesus നിങ്ങൾക്ക് Christ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. I believe you could understand what I am sharing with you. ഇന്ന് പെന്തക്കോസ് ഹോളുകളുടെ അകത്തിരിക്കുന്ന പലർക്കും ഇല്ലാത്ത അറിവ് ആത്മാവുമായിട്ട് ബന്ധമുള്ള നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. That God desires to give you an understanding about God, because of your relationship with the Holy Spirit, that many who are in the Pentecostal churches do not have this understanding. നീ തലമുറയ്ക്ക് കൈമാറേണ്ട ട്രഡീഷൻ അല്ല.
You are not supposed to hand over tradition to your children. നീ തലമുറയ്ക്ക് കൈമാറേണ്ട കുറച്ച് നിയമങ്ങളല്ല. You are not supposed to hand over certain rules to your children. നീ തലമുറയ്ക്ക് കൈമാറേണ്ടത് നീ കണ്ടെത്തിയ കുറച്ച് ജ്ഞാനങ്ങളല്ല. You are not supposed to hand over the excuses or the justice that you found out to your children. നീ കണ്ടെത്തിയ കുറച്ച് നീതി അല്ല തലമുറയ്ക്ക് കൈമാറേണ്ടത്. You are not supposed to hand over certain justifications to your children that you found out. പകരം ഇന്ന് സഭയ്ക്കകത്ത് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്ന യേശു ക്രിസ്തുവിനെ തലമുറയ്ക്ക് കൈമാറ. Instead, you should hand over to your children about the revelation about Jesus Christ who desires to manifest in your church ആ today. യേശു ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള വഴിയായ പരിശുദ്ധാത്മാവിനെ നിന്റെ തലമുറയ്ക്ക് പരിചയപ്പെടുത്ത. You introduce that Holy Spirit who will lead them to this Jesus Christ. ഒന്നുകൂടെ ഞാൻ ആഴത്തി പറഞ്ഞു. More deeply if I say that. നിന്റെ തലമുറയ്ക്ക് യേശു ക്രിസ്തുവിനെ കണ്ടെത്താൻ അവർക്ക് ലഭിക്കേണ്ട പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള കൃപയെ അവർക്ക് കാണിച്ചു കൊടുക്കണം. You should introduce them to that grace that will connect them to the Holy Spirit who will manifest to them the Jesus Christ. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലാവും? How many of you could understand this prophetical voice? ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദീർഘനാളുകളായി ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റാണെന്ന് അറിയാമല്ലോ, അടുത്ത തലമുറ. We know that the Lord has been speaking to us about this next generation for so long. ഈ ദിവസങ്ങളിൽ ഈ ആരാധനയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന മസ്കറ്റിലും വിവിധ ഇടങ്ങളിൽ നിന്ന് സഹകരിക്കുന്ന എല്ലാവരെയും ഞങ്ങളെ സ്വാഗതം ചെയ്യുക. And we want to welcome everyone to this service who are joining with us from Muscat and from different parts of countries. ഈ ദൂതുകൾ നിങ്ങളെ മാറ്റിമറിക്കുന്ന ദൂതുകളായി മാറട്ടെ. And may these prophetical voices be the ones that will transform your life. എന്നെ വല്ലാതെ ദൈവാത്മാവ് ആ വാക്ക് പ്രേരിപ്പിക്കുന്നു. The Holy Spirit is inspiring me to say that statement again. ഇന്നത്തെ സഭയിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന കർത്താവിനെ നിനക്ക് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, കാണാൻ കഴിയുന്നുണ്ടോ? Are you able to see the Jesus Christ who is desiring to manifest in the church today? ചർച്ചിന്റെ കാരണമാണ് ഈ ക്രിസ്തു. Jesus Christ is the reason for the church. ചർച്ചിന്റെ ജീവനാണ് ക്രിസ്തു. Jesus Christ is the life for the church. ചർച്ചിന്റെ ഉദ്ഘാടകനാണ് യേശു ക്രിസ്തു. Jesus Christ is the inaugurator of the church. ഈ ചർച്ചിന്റെ വാതിലാണ് യേശു ക്രിസ്തു. Jesus Christ is the door of this church. ഒറ്റ വാക്കി പറഞ്ഞ സഭയുടെ എല്ലാമാണ് കർത്താവ് യേശു ക്രിസ്തു. And in one statement, if we say that Jesus Christ is the everything for this church. അതുകൊണ്ട് യേശു ഇല്ലാത്തതൊന്നും സഭയല്ല. So we have to understand, where Jesus is not there, nothing of church can be present there. ഒന്നുകൂടെ ഞാൻ പറയുന്നു. I will repeat it for you. യേശു ഇല്ലാത്തതൊന്നും സഭയല്ല. Where Jesus is not there, it is not a church. യേശു എവിടെ ഉണ്ടോ അതാണ് സഭ. Where Jesus is present, it is the church. ഞാൻ പറഞ്ഞ മനസ്സിലായോ? Could you understand what I shared with you? യേശു ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയാത്ത ഒരിടവും സഭയല്ല. Any place where you cannot experience Jesus Christ, that place is not the church. യേശു ക്രിസ്തുവിന് സ്വാതന്ത്ര്യത്തോടെ ചലിക്കാൻ കഴിയാത്ത ഒരു കൂട്ടവും സഭയല്ല. And no group where Jesus Christ cannot move freely, that group cannot be considered as the church. പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരിടവും സഭയല്ല. And no place where the Holy Spirit is not given freedom, that place is never the church. അതൊരു പക്ഷേ കമ്മ്യൂണിറ്റി ആയിരിക്കാം. It may be a community. അതൊരു പ്രസ്ഥാനമായിരിക്കാം. It may be a denomination. പക്ഷെ അത് സഭയല്ല. But it is not the church. സഭയാണോ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും. If it is the church, then it will be the Holy Spirit who will be controlling it. സഭയാണോ അതിന്റെ തല ക്രിസ്തു ആയിരിക്കും. If it is the church, then the head would be Jesus Christ. സഭ എവിടുണ്ടോ അപ്പോൾ അവിടെ എല്ലാം കർത്താവും കാണും. Everywhere where there is church, Jesus Christ is also there. ചർച്ച എവിടുണ്ടോ അവിടെ കർത്താവ് ഉണ്ടായിരിക്കും. Where there is church, Lord will also be present there.
ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Could you understand what I shared with you? ചർച്ചിൽ ഒരു ഹീറോയേ ഉള്ളൂ. There is only one hero in the church, അതിന്റെ പേരെത്ര? കർത്താവ് യേശു ക്രിസ്തു. and his name is Lord Jesus Christ. ചർച്ചിൽ ഒരു മനുഷ്യന് ഹീറോ അല്ല. In church, no man is a hero. ചർച്ചിൽ ഒരു മനുഷ്യനും വലിയവനല്ല. In church, no man is greater. കാരണം ചർച്ചിന് ഒറ്റ ഒരു തലയേ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തു. Because church has only one head, that is Lord Savior Jesus Christ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. I believe you could understand what I shared with you. നമ്മുടെ സഭകളൊക്കെ തുറക്കുകയാ. Our churches are reopening. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം ഈ ദിവസങ്ങളിൽ. So these days we should be very careful. യേശു ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, If Jesus Christ is with you, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, and when you gather together, if you are able to experience Jesus Christ, യേശു ക്രിസ്തു നിങ്ങളുടെ നടുവിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, രുചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, and if you are able to see Jesus Christ, and if you are able to taste him, നിങ്ങൾ കൂടുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമാണെങ്കിൽ, and when you gather together, if it is the Holy Spirit that is controlling you, നിങ്ങൾ സന്തോഷിക്കണം. you should rejoice. നിങ്ങൾ റോങ് പ്ലേസിലല്ല, You are not in a wrong place. നിങ്ങൾ ദൈവസഭയിലാണ്. You are in the church of the Lord. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? How many of you could understand this? മനുഷ്യൻ പറയുന്ന ന്യായങ്ങൾക്ക്, മനുഷ്യന്റെ നീതിക്ക് യേശു പറയുന്ന ഇടമല്ല സഭ. Church is not a place where the justice given by man would be approved or accepted. ദൈവത്തിന്റെ നീതിയെ സ്വീകരിച്ച് ദൈവത്തിന്റെ കൃപയിൽ വസിക്കുന്ന ഇടമാണ് സഭ. Church is a place where the justice of God is accepted and where the grace of God is been functioning. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പിതാക്കന്മാരോടും മാതാക്കളോടും. I am ministering to those fathers and mothers who are ready to give birth to the next generation. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Could you understand what I shared with you? നിങ്ങളിലൂടെ, Through you, ഒരു യഥാർത്ഥ സഭയുടെ ജനനം ഉണ്ടാകണം. a true church should take birth through you. പ്രസ്ഥാനത്തിനകത്ത് ഒതുങ്ങുകയല്ല, ഒരു സഭയെ ജനിപ്പിച്ച് പുറത്തു വരണം. You should not be limited to a denomination, but you should give birth to a true church. ഇതിനാണ് നമ്മളെ ദൈവം ഒരുമിച്ച് കൂട്ടിയത്. And for this reason is why God gathered us together. ഒരു സഭ എന്താണെന്ന്, ആ സഭയുടെ ക്വാളിറ്റി എന്താണ് നമ്മൾ കാണിച്ചു കൊടുക്കണം. We are supposed to reflect what is the true quality of the church. നമ്മളോട് എന്താ ദൈവം ഈ ദിവസങ്ങളിൽ സംസാരിച്ചത്? What did God speak to us for all these days? ഒരു തലമുറയെ ജനിപ്പിക്കണം. You should give birth to a generation. ഞാൻ പറഞ്ഞല്ലോ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കൊടുക്കുന്ന പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് അടുത്ത ഒരു തലമുറ. And I taught you that from Genesis to Revelation we see the importance of giving birth to a next generation. എന്ന് പറഞ്ഞാൽ It means ഒരു തലമുറ ഇപ്പോഴും നമ്മുടെ ഇടയിൽ കിടപ്പുണ്ട്. one generation is still in midst of us. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. That generation has not manifested yet. അവരെവിടെയോ മറയപ്പെട്ടിരിക്കുക, They are hiding somewhere. അവരെവിടെയോ ബന്ധിക്കപ്പെട്ടിരിക്കുക, They are being in bondage somewhere. അവരെവിടെയോ രക്തം പിടിച്ചടക്കപ്പെട്ടവരെ പോലെ ഇരിക്കുക. They are living as some people who have been conquered by something. അവരെ പുറത്തെടുക്കാൻ To bring them out, ദൈവം നിന്നെ വിളിക്കുന്നു. God is calling you. അവരെ പുറത്തെടുത്തിട്ട്, And by bringing them out, അവരെ ഒരു കൺഫ്യൂഷനിലേക്ക് മാറ്റാനല്ല, not to lead them into a confusion, യഥാർത്ഥ തലമുറ എന്തെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന, to reflect what a true generation is, മാതാപിതാക്കളായി നിങ്ങൾ മാറണം. you should become those fathers and mothers. നിങ്ങൾക്ക് ദൂത് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു. I believe you could understand the voice of God. നമ്മൾ അത് പഠിക്കാനാണ് വചനത്തെ വിചിന്തനം ചെയ്യാൻ ആഗ്രഹിച്ചത്. And to understand this topic, we were trying to meditate from the word of God. ഞാൻ പറഞ്ഞു, I told you,
നമ്മുടെ പിതാക്കന്മാരെല്ലാം കുഴപ്പക്കാരാണെന്നല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത്. I am not preaching that our forefathers were all the ones who did wrong things. പകരം Instead, നമ്മുടെ പിതാക്കന്മാർ കണ്ടെത്തിയ പല രഹസ്യങ്ങളും ഇന്ന് സഭയിലില്ല. the secrets that our forefathers found out, those are not available in the church today. നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച, രുചിച്ച, അവർ പ്രസന്റ് ചെയ്ത ദൈവത്തെ ഇന്ന് സഭയ്ക്ക് കാണാൻ കഴിയുന്നില്ല. And the God that they received and that they presented, that God is not being made available in today's church. എൻ്റെ കാരണം ആ പിതാക്കന്മാരിലുണ്ടായിരുന്ന ഭക്തി, അവരിലുണ്ടായിരുന്ന ദൈവസ്നേഹം ഇന്ന് തലമുറയിൽ കാണുന്നില്ല. And the reason behind it is the love of God and the dedication that they had towards God is not found in the next generation. അതിന് പല കാരണങ്ങളുണ്ട്. There are many reasons to it. അതിൽ ചിലതാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. And we were trying to investigate about certain reasons of it. ഒന്ന് നമ്മൾ പറഞ്ഞു, One, we said, പിതാക്കന്മാർ കർത്താവിൽ നിന്ന് പല വിടുതലും അനുഭവിച്ചപ്പോൾ അതിനൊരു രഹസ്യം അവർക്കുണ്ടായിരുന്നു. and when our forefathers experienced a deliverance, there was a secret that made them experience it. അത് അവരും ദൈവവും തമ്മിലുള്ള ബന്ധമായിരുന്നു. And that secret was the relationship with God. അത് അവർ തലമുറയ്ക്ക് കൈമാറിയില്ല. They didn't hand over that relation to their children, പകരം വിടുതലുകൾ കൈമാറി. but they handed over that deliverance to their children. അവരെ വ്യത്യസ്തരാക്കിയ, ഉയരത്തിൽ നിന്ന് കൈമാറിയ പല രഹസ്യങ്ങളും അവർ തലമുറയ്ക്ക് കൈമാറിയില്ല. The secrets that they received from heaven that transformed them to be unique, they didn't hand over those things to their children. നമ്മൾ അതിന് കണ്ടെത്താൻ ശ്രമിച്ചത്, And we tried to seek something else. ആദം മുതൽ അബ്രഹാം വരെയുള്ള ഒരു ജനറേഷനെ നമ്മൾ നോക്കി ചില കാര്യങ്ങൾ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. And we tried to study about the generation that is from Adam to Abraham. ആദം മുതൽ ഹാനോക്ക് വരെ നമ്മൾ ശ്രദ്ധിച്ചു. And we studied the generation from Adam to Enoch. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, But there is one thing that you need to understand. പിതാക്കന്മാരിലുണ്ടായിരുന്ന പലതും മക്കളിൽ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. We could see that many things that was present in the fathers couldn't be seen in the children. ഹാനോക്കിലെത്തിയപ്പോൾ ഹാനോക്കിന് ശേഷമുള്ള തലമുറയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യത്തിൽ എന്താ പറയുന്നത്? So when we come to Genesis chapter 6 verses 6 and 7, we understand about the generation that came after Enoch. 5, 6, 7 verses 5, 6 and 7. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. The Lord saw that the wickedness of man was great in the earth, and that every intention of the thoughts of his heart was only evil continually. 6-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് നോക്കിക്കേ. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. And in verse 6 we see the heart of God, and the Lord regretted that he had made man on the earth, and it grieved him to his heart. 7-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. And in verse 7 the Lord said, I will blot out man whom I have created from the face of the land. നിങ്ങളൊന്ന് നോക്കിക്കേ. Pay attention over there. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് After God creating man, ചുരുങ്ങിയ വർഷങ്ങളുടെ അകത്ത്, in just few years, ദൈവത്തിൻ്റെ മനസ്സ് തുറന്ന് ദൈവം സംസാരിക്കുന്ന കാര്യമായി എഴുതിയേക്കുന്നത്. we read this scripture, we understand where the Lord is opening up his heart about man. ആദം മുതൽ ഹാനോക്ക് വരെ ഉള്ള ജനം, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഭിപ്രായമേ എഴുതിയേക്കുന്നു. And this is the opinion from the Lord about the generation from Adam to Enoch. ഒന്നുകൂടെ പറഞ്ഞാൽ നോഹ വരെ. And once again if we say till the time of Noah.
ആനോക്കിന് ശേഷം നോഹയുടെ കാലം വരെ ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. So this is regarding the generation from Adam to the time of Noah. ഞാൻ നിങ്ങളോട് അപ്പന്മാര് കൈമാറാഞ്ഞ രഹസ്യങ്ങളൊന്ന് പറഞ്ഞുതരാം. I would like to share to you about the secrets that the fathers failed to hand over to their children. ഒന്ന്, 1. ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് ആദം. Adam is the name of the first man. വേദോസം പറഞ്ഞത് ദൈവത്തിന്റെ മകൻ. The word of God says that he is the son of God. അപ്പൊ പിതൃത്വത്തിൽ ദൈവം നിൽക്കുന്നു. So God is in that position of father. അപ്പോൾ അവൻ ജനിച്ചു പുറത്തു വന്നത് ആരുടെ രൂപത്തിൽ? ദൈവരൂപത്തിൽ. So the one who took birth, he came out with the form of God. ദൈവരൂപത്തിൽ പുറത്തു വന്നവൻ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ പുറത്തു വന്നവൻ. The one who took birth in the image and likeness of God. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് എന്താ? So what should have been being handed over to the next generation? ദൈവരൂപവും ദൈവത്തിന്റെ സാദൃശ്യവും. The image and the likeness of God should have been handed over. പകരം എന്ത് കൈമാറി? Instead, what was being handed over? ഇവിടെ എഴുതിയിരിക്കുന്നു, നമ്മൾ വായിച്ച 5-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്ന ആദമിന്റെ സ്വരൂപം ശേത്തിന് കൈമാറി. And in chapter 5 we read that Adam handed over his image to his son Seth. എന്താ അത്? What does it mean? ഏതാണ് ആദമിന്റെ സ്വരൂപം? What is the image of Adam? യേശു എങ്ങനെ ഈ ഭൂമിയിലോട്ട് വന്ന്? How did Jesus Christ come into this earth? ഒടുക്കത്തെ ആദമായി. As the last Adam. അപ്പൊ യേശുവിന്റെ സ്വരൂപം എന്തായിരുന്നു? So what was the image of Jesus? അവൻ ദൈവരൂപത്തിലിരിക്കെ, Even though he was വാക്യം അങ്ങനെ പറഞ്ഞ ലേഖനത്തിൽ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. Who though he was in the form of God did not count equality with God a thing to be grasped, but emptied himself by taking the form of a servant, being born in the likeness of men. ദൈവരൂപത്തിലിരുന്നവൻ, The one who was in the form of God, ദാസരൂപം എടുത്തു. he took the form of a servant. ആരെക്കുറിച്ചാ പറഞ്ഞത്? This is being said about whom? ഒടുക്കത്തെ ആദമിനെ കുറിച്ച്. About the last Adam. അപ്പൊ ഈ ഒടുക്കത്തെ ആദമിന് ദാസരൂപം എടുക്കേണ്ടി വന്നതിന്റെ കാരണം എന്നാ? So what is the reason behind the last Adam to take the form of a servant? ഒന്നാമത്തെ ആദമിന്റെ സ്വഭാവം രൂപം എന്തായിരുന്നു? What was the form of the first Adam? ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യവും. He had the image and the likeness of God. അവനിപ്പോ ഏത് രൂപത്തിലായി? But now in which form has he been? ദാസരൂപത്തിലായി. Now he has taken the form of a servant. മക്കൾക്ക് കൈമാറിയത് അവൻ ദൈവരൂപമല്ല. So he didn't hand over the image of God to his children. പകരം ദാസരൂപം. But he handed over the form of a servant to his children. ഞാൻ പറഞ്ഞു മനസ്സിലായോ? Could you understand what I shared? ഇതാണ് സഭയ്ക്ക് പറ്റിയ ഒരു പരാജയം. This is the first failure that happened in the church. ദൈവം നിനക്ക് കൈമാറിയതല്ല, നീ തലമുറയ്ക്ക് കൈമാറിയ. You didn't hand over to your children what God handed over to you. നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം കൈമാറിയ പെർഫെക്റ്റിനെ അഡൾട്രേറ്റ് ചെയ്ത് അതിനൊരു മനുഷ്യ വ്യാഖ്യാനം കൊടുത്ത ഒരു രൂപത്തെയാണ് അവർ തലമുറയ്ക്ക് കൈമാറിയത്. The secrets that our fathers received by adulterating them and by giving an human touch to them, they handed over those things to their children. ദൈവം കൈമാറിയ രക്ഷ, The salvation that the God offered them, ദൈവം കൈമാറിയ നീതീകരണം, the justification that the Lord handed over to them, ദൈവം കൈമാറിയ പാപക്ഷമ, and the remission of sins that the Lord gave them, ദൈവം കൈമാറിയ ദൈവത്തിന്റെ കൃപയെ, and the grace of God that the Lord handed over to them, മനുഷ്യ ഫോമിലാക്കിയ നീ കൈമാറിയ. you handed it over to your children by making it into a human form. എന്താ തെളിവുകൾ? What is the proof for it? ആഭരണം ഊരുന്നതൊരു മാനസാന്തരമാക്കി. You turned that removing the ornaments is a sign of repentance. വസ്ത്രങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ മാനസാന്തരമാക്കി. You said that changing your clothing style would indicate your repentance.
അങ്ങനെ പല മെറ്റീരിയൽ കാര്യങ്ങളും മാനസാന്തരമാക്കി. And you use this materialistic things as the sign for repentance. ആധികാരികമായി വ്യക്തിത്വങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ മാനസാന്തരത്തിനകത്ത് ഉൾപ്പെടുത്തിയില്ല. And you didn't involve the character transformation as the ultimate sign of repentance. നീ കൃഷിയിടങ്ങളിൽ പല മാറ്റങ്ങളും വരുത്തി. You tried to make changes in the farming fields. ഡ്രസ്സപ്പിനകത്ത് മാറ്റങ്ങൾ വരുത്തി. You tried to bring changes in the dressing style. ആധികാരികമായി വ്യക്തിത്വത്തിനകത്തെ മാറ്റങ്ങൾക്ക് പ്രാധാന്യമില്ലാതായി. And you didn't give importance to the transformation of the character. പിതാക്കന്മാർ വ്യക്തിത്വങ്ങളുടെ മാറ്റത്തിനു വേണ്ടി സഹിച്ച സഹനങ്ങൾ, ഏൽപ്പിച്ചു കൊടുത്തത് പലതും, ആ രഹസ്യങ്ങൾ തലമുറയ്ക്കായി മാറിയില്ല. The secrets that the fathers received that was supposed to result in the character transformation of the children, they didn't hand over those secrets to their children. ഇവിടെ ആദമിന് ഈ പരാജയം വന്നപ്പോൾ, And when Adam faced this failure, അവൻ നഗ്നനാണെന്ന് പറഞ്ഞപ്പോൾ, and when he said that he is naked, ദൈവം ഒരു സൊല്യൂഷൻ കൊടുത്തു. God gave him a solution. ആ സൊല്യൂഷൻ ഒരു ആടിനെ അറുത്തു ദൈവം. For that solution the Lord offered, sacrificed a lamb. എന്നിട്ട് ആ നഗ്നത മറച്ചു. And then the Lord hid his nakedness. അവിടെ ആദമിനെ കാണിച്ചു കൊടുത്തത് ഒരു ആരാധനയിൽ എന്ത് തിരിച്ചു പിടിക്കാമെന്ന. And there God manifested to Adam that how you can restore things through worship. ഇത് സത്യത്തിൽ ആദം ആർക്ക് കൈമാറിയില്ല, തലമുറയ്ക്ക് കൈമാറിയില്ല. And Adam didn't hand over this understanding to his children. അതുകൊണ്ട് എന്ത് പറ്റി? So what happened? കയ്യിന് പാപത്തെ ജയിക്കാൻ പറ്റിയില്ല. Cain couldn't overcome sin. അതുകൊണ്ട് കയ്യിൻ തകർന്നുപോയി. And Cain faced destruction. അവൻ കൊലപാതകനായി മാറി. He became a murderer. ആരാധിച്ചാൽ അത് കരുത്തുള്ളതായി മാറുമെന്ന് ഹാബേല് കാണിച്ചു തന്നു. And Abel showed that if you offer a proper worship, it will give you power. ഇത് കയ്യിൻ കണ്ടതാ. Cain has seen this. പക്ഷെ കയ്യിൻ അത് ഫോളോ ചെയ്തില്ല. But Cain couldn't follow it. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു? Could you understand what I am sharing with you? കണ്ടിട്ടൊരു തലമുറ ഫോളോ ചെയ്യേണ്ടത് പലതും ഫോളോ ചെയ്തില്ല. So what a generation should have followed by just seeing, they didn't do it. കണ്ണുകൊണ്ട് കണ്ടത് പലതും, What they saw with their naked eyes, അവരുടെ തലമുറയിൽ വെളിപ്പെട്ടത് പലതും and many things that were manifested in that അവർ generation. പുറങ്കാല് കൊണ്ട് തള്ളി. Oh, they kicked it with their legs. അത് ഫോളോ ചെയ്യാതെ And without following it, അടുത്ത തലമുറയെ ഒരു ക്രിപ്പിൾഡ് തലമുറയാക്കി മാറ്റി. and they turned out the next generation as a crippled generation. ഇതാണ് കയ്യിന് പറ്റിയേ. This is what happened with Cain. എന്താണ് ഒരു ആരാധനയുടെ മഹത്വം എന്ന് കയ്യിൻ നേരിട്ട് കണ്ടതാ. Cain saw what is the greatness of a true worship. ഇത് അപ്പനും കണ്ടതാ. And even his father has seen that. അപ്പൻ അത് മോന് കൈമാറിയില്ല. The father didn't hand it over to his son. അതുകൊണ്ട് മോൻ തകർന്നു. So son had to face failure. ഒരുമിച്ച് ആരാധിച്ചിട്ട് ആരാധനയുടെ മഹത്വം കയ്യിൻ കണ്ടതാ. Cain has seen the power of worship when they worship together. എന്നിട്ട് അത് ഫോളോ ചെയ്തില്ല. Still he couldn't follow it. അവൻ അവന്റെ ഇഷ്ടത്തിൽ ജീവിച്ചു. He lived according to his own will. മനസ്സിലാവുന്നുണ്ടോ? Could you understand this? ഇതാണ് പിതാക്കന്മാർക്ക് പറ്റിപ്പോയത്. This is what the failure that happened with our forefathers. തലമുറയ്ക്കും പറ്റിപ്പോയത്. And this is the failure that our next generation faced. ഒരു തലമുറ കണ്ട തലമുറയാ. There is a generation that has seen all these things. ഒരു തലമുറ പ്രാപിച്ച തലമുറയാ. And there is a generation who has received these things. പ്രാപിച്ച പിതാക്കന്മാരും The fathers who received this, കണ്ട തലമുറയും and the children who have seen this, അടുത്ത തലമുറയ്ക്ക് കണ്ടതോ പ്രാപിച്ചതോ കൈമാറാൻ തയ്യാറായില്ല. they were not ready to hand over what they have seen or what they have received. അപ്പൊ എന്തു പറ്റി? So what happened? ആദം എന്ന് പറയുന്നവൻ ശേത്തിന് കൈമാറിയത് അവന്റെ രൂപമാണ്. So that is why Adam handed over his image to his son Seth. എന്ന് പറഞ്ഞാൽ It means കൂടെ കൂടെ പരാജയങ്ങൾ വരുന്ന ഒരു സ്വരൂപത്തെ
തലമുറയ്ക്ക് കൈമാറി. He handed over an image that often fails. എന്ന് പറഞ്ഞ ഒരു ദാസരൂപത്തെ കൈമാറി. It means he handed over the form of a servant. ഏത് സമയത്തും കീഴടങ്ങുന്ന, ഏത് സമയത്തും അടിമയെ പോലെ വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു സ്വരൂപത്തെ ആദം ശേത്തിന് കൈമാറി. Adam handed over to Seth a form that will always stay as a slave, that is always ready to be overcome by others people. ഇവിടെയാണ് ഒരു ഹാനോക്കിന്റെ പ്രാധാന്യത. This is where we see the importance of an Enoch. ദാസരൂപത്തെ കൊണ്ട് 65 വർഷം നടന്നു. He lived with this form of a servant for 65 years. ഞാൻ പറഞ്ഞ മനസ്സിലായോ? Could you understand what I said? ദാസരൂപം കൊണ്ട് 65 വർഷം നടന്നു. For 65 years he lived with this form of a servant. എന്നിട്ട് ഈ ദാസരൂപത്തെ ദൈവരൂപമാക്കാൻ 300 വർഷം ദൈവത്തിന്റെ കൂടെ നടന്നു. And to transform this form of a servant into the form of God, he walked with God for 300 years. അതുകൊണ്ടാണ് ദൈവം അവനെ എടുത്തോണ്ട് പോയത്. That is why the Lord took him. അപ്പൻ കൈമാറിയ ദാസരൂപത്തിന് 65 വയസ്സ്. The father who handed over the form of a servant, it is 65 years old. അതിനെ 300 വർഷം ദൈവത്തിന്റെ കൂടെ നടന്ന് മരിപ്പിച്ചു. And by walking with God for 300 years, he put this image to death. ഇപ്പൊ ദൈവരൂപത്തോട് അവൻ സദൃശനായി. Now he has become one with the image of God. സ്വർഗം പറഞ്ഞു, The Lord said, നിനക്ക് പറ്റിയ ഇടമല്ല ഇത്. this earth is not a place suitable for you. ഈ രൂപത്തിന് വസിക്കാൻ പറ്റുന്നത് സ്വർഗമാണ്. Heaven is the perfect place for this image to dwell. ഇന്നത്തെ സഭയും ഇതാണ് കാത്തിരിക്കുന്നത്. Today's church is also awaiting this time. ദാസരൂപമായ ഒന്നാമത്തെ ആദമിന്റെ രൂപം വിട്ട് By leaving aside the form of a servant that belonged to first Adam, ദൈവരൂപമായി ഒടുക്കത്തെ ആദമിനോട് സദൃശനാകുമ്പോൾ, and when we become conformed to the form of God that was in the last Adam, പൗലോസിന്റെ വാക്ക്, in the words of Paul, മരിക്കുന്നതാ എനിക്ക് ലാഭം, dying is gain for me. അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്ന ഏറെ ലാഭം. Or by leaving this earth, by staying hidden in Christ is more beneficial for me. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? Could you understand this word? എത്ര പേരുടെ അകത്തോട്ട് കയറുന്നുണ്ട്? How many of you are able to receive നീ this word? മരിപ്പിക്കേണ്ടത് ദാസരൂപത്തെയാ. You are supposed to put this form of servant to death. ന്യായപ്രമാണം തന്ന ദാസനാകാനല്ല. The law was not given to you so that you remain as a servant. പക്ഷേ ന്യായപ്രമാണത്തെ ഏറ്റെടുത്ത നീ ഒരു ദാസന്റെ രൂപത്തിലേക്ക് മാറി. But you who received this law, you shifted yourself to this form of a servant. കാരണം ന്യായപ്രമാണം നിനക്ക് തന്നത് പാപം ചെയ്യാനല്ല. The law was not given to you so that you could sin. ന്യായപ്രമാണം നിനക്ക് തന്ന ദൈവസാന്നിധ്യത്തെ പ്രവേശിക്കാനാ. The law of God was given to you so that you can enter into the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കാനാണ് നിനക്ക് ന്യായപ്രമാണം തന്നത്. The law of God was given to you so that you can dwell in the presence of God. ദൈവ സാന്നിധ്യം പാപം ചെയ്യാനുള്ള ഇടമല്ല. Presence of God is not a place where you sin. ദൈവ സാന്നിധ്യം ദൈവത്തിന്റെ തേജസ്സിനെ പ്രാപിക്കേണ്ട ഇടമാണ്. Presence of God is the place where you receive the glory of God. അത് മോശ നമുക്ക് കാണിച്ചു തന്നാ. And Moses proved this through his life. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മോശ ഇരുന്നപ്പോൾ അവന്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. When Moses dwelt in the presence of God, his face shined with his glory. അതേ പ്രസൻസിന്റെ ഒരു പോർഷൻ അനുഭവിച്ചെടുത്തിരുന്നോണ്ട് അതേ ജനം പാപം ചെയ്തെന്നുള്ള. And the Israelites who were dwelling under the portion of this presence, they could sin. അപ്പം പ്രസൻസ് നിന്നെ പാപം ജയിക്കാൻ വേണ്ടി തരുന്നതല്ല, പ്രസൻസ് നിന്നെ ദൈവത്തോട് അടുപ്പിക്കാൻ തരുന്നതാ. Presence of God is not given to you so that you can keep sinning, but presence of God is given to you so that you can grow closer to God. പ്രസൻസ് നിനക്ക് മേഴ്സി തരും. Presence of God will give you mercy. കരുണ തരും. It will give you ആ compassion. കരുണ നിനക്ക് പാപം ചെയ്യാനുള്ളതല്ല. That compassion or mercy is not for you to sin. പകരം
ഈ പ്രസൻസിൽ നിനക്ക് ലഭിച്ച കരുണ നീ കർത്താവിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള. But the mercy that you received from this presence of God is for you to understand God. ദൈവത്തെ അടുത്തറിയുന്നവർ സാന്നിധ്യത്തിൽ പാപം ചെയ്യുകയല്ല, പകരം അവൻ ദൈവത്തെ കണ്ടെത്തുക ചെയ്യുന്നത്. The ones who enjoy the presence of God, who try to understand God more, they will not sin in the presence of God, but they will grow closer to the Lord. കൽപ്പന കയ്യിൽ പിടിച്ച മോശ പാപം ചെയ്യുകയല്ല ചെയ്തത്, പകരം കൽപ്പന കയ്യിൽ പിടിച്ച് ദൈവത്തെ കാണുകയാ ചെയ്തത്. The Moses who held the commandments of the law, he didn't sin in the presence of the Lord, but he held those commandments and he saw the face of എന്താ God. പിതാക്കന്മാർക്ക് പറ്റിയത്? What happened with our അവർ forefathers? കൽപ്പന പിടിച്ചുകൊണ്ട് പാപത്തിന്റെ പരിജ്ഞാനത്തിൽ പോയി. Our forefathers held the commandments of the law and they grew in the understanding of sin. അവർ ഒന്നിനൊന്നിന് ദാസ്യത്വത്തിലേക്ക് പോയി. And they kept growing in this form of servant. യേശു അതുകൊണ്ട് ആ ദാസരൂപം എടുത്തു വന്നു. That is why Jesus took the form of a servant. അവൻ ദാസരൂപം എടുത്ത് നീ ദാസനാകാനല്ല. Jesus took the form of a servant so that you do not remain in this form of servant. പകരം അവന്റെ രൂപത്തോട് സദൃശ്യനാകാനാ. And so that you could be conformed to his image. അവനോട് സദൃശ്യന്മാരാകും. So that we can become conformed to his image. അവന്റെ ഭാവമുള്ളവരായി ഇവിടെ മാറണം. So that we would have his likeness. ഇതാണ് വേദപുസ്തകത്തിന്റെ സത്യം. This is the truth of the word of God. ഇതാണ് ഹാനോക്ക് ചെയ്തത്. This is what Enoch did. 65 വർഷം ദാസരൂപത്തിൽ നടന്നു. 65 years he lived with this form of a servant. തുടർന്നുള്ള ഓരോ വർഷങ്ങളും ദാസരൂപത്തെ അവൻ പൊളിച്ചു. And then after that every year he kept putting this image of servant to death. കംപ്ലീറ്റ്ലി ദാസരൂപം മരിച്ചു. And this image of death completely was put to death. അവന്റെ നടപ്പ് പൂർണ്ണസമയം ദൈവത്തോടു കൂടെയായി. And his walk was completely with the Lord. അവനിപ്പോ ദൈവരൂപത്തോട് സദൃശനായി. Now he has become one with the likeness of God. അവൻ ദൈവരൂപത്തോട് സാമ്യമുള്ളവനായി. And now he had become similar to the image of God. ദൈവം പറഞ്ഞു ഇനി നിനക്ക് പറ്റിയടമല്ല ഇവിടെ. Then God told him, this is not a place suitable for ഞാൻ you. നിന്നെ കൊണ്ടുപോകുക. I am taking you with me. ഇതാ സഭ. This is the church. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, That is why the Lord said, ഇതാ ഞാൻ വേഗം വരുന്നു. oh, I am coming very soon. നീ എന്നോട് സദൃശനായാൽ If you become similar to me, നിന്നെ ഇവിടെ ഇട്ടേക്കത്തില്ല. you will not be left here. ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നു. I will say it more clearly. ക്രിസ്തുവിനോട് സദൃശനാകാൻ ശ്രമിച്ചാൽ, If you try to become similar to the image of Jesus ക്രിസ്തുവിന്റെ Christ, ഭാവങ്ങളോട് അനുരൂപമാകാൻ ശ്രമിച്ചാൽ, and if you desire to be conformed to the likeness of Jesus Christ, നിന്നെ പിന്നെ ഇവിടെ ഇട്ടേക്കത്തില്ല. then you will not be left on this earth. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ച് By calling you as the most beloved and the faithful, good and faithful servant, ദൈവം നിന്നെ അവൻ ഇരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. God will take you where he is being seated. അതിന് ദൈവം വച്ചിരിക്കുന്ന വാഹനമാണ് മരണമല്ലെങ്കിൽ ഉറക്കം. This death or sleep is that vehicle that will make us reach to that place. അതിന് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഹനമാണ് അവന്റെ രണ്ടാമത്തെ വരവ്. And the greatest, most powerful vehicle for that is his second coming. ഇതാണ് ഹാനോക്കിൽ സംഭവിച്ചത്. This is what happened with Enoch. പക്ഷെ ഹാനോക്ക് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറിയില്ല. But Enoch didn't hand it over to his next generation. 300 വർഷം താൻ ദൈവത്തോടുകൂടെ നടന്ന് താൻ വ്യത്യസ്തനെന്ന് തെളിയിച്ചത് കണ്ട ജനറേഷൻ അത് ഫോളോ ചെയ്തില്ല. And the generation who saw that Enoch walked with God for 300 years and he was unique in this generation, that generation couldn't follow it. ഈ സമയത്ത് ജനിപ്പിച്ച തലമുറയും തന്നെ ഫോളോ ചെയ്തില്ല. And even his children who took birth at this time, even they couldn't follow him. അതാണ് ആ തലമുറയുടെ പരാജയം. That is the failure of that generation. അത് കഴിഞ്ഞ് അടുത്ത കാലഘട്ടം എത്തുമ്പോൾ ദൈവം പറയുന്നു, എനിക്ക് തലമുറയെ ഓർത്തിട്ട് സങ്കടം വരുന്നു.
And so when the next generation, when the next season came, the Lord said that I regret about this generation. ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖമായി എന്ന വേദവസം പറയും. The word of God says that it grieved him to his heart. തലമുറയെക്കുറിച്ച് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. 5-ാം വാക്യത്തിൽ In verse 5, did you pay attention to the words that God speaks about the generation? ദുഷ്ടത വലിയത്, The Lord saw that the wickedness of man was great, ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം വരെ എപ്പോഴും ദോഷമുള്ളത്. and that every intention of the thoughts of his heart was only evil continually. ചിന്തയിൽ പോലും ദുഷ്ടത. Even in their thoughts, it was evil. തൊട്ടുമേളിൽ ഒരപ്പൻ ദാസരൂപത്തെ മരിപ്പിച്ച് ദൈവരൂപത്തോട് സദൃശനായി. In the above passage, we see that a father put to death the image of that servant and become similar to that image of God. എന്ന് പറഞ്ഞാൽ ചിന്തയും വിചാരവും സകലതും ദൈവത്തോട് സിമിലറായി. It means he made his thoughts and intentions of his heart similar to നമ്മുടെ വാക്യം പറഞ്ഞ ദേഹം, ദേഹി, ആത്മാവ് ദൈവാത്മാവിനോട് സിമിലറായി. In our words, if we see that his body, mind and spirit was made similar to the Holy Spirit. ദൈവരൂപത്തോട് സദൃശമായി. It was made similar to the likeness of God. അവരുടെ തലമുറ വന്നപ്പോൾ And when their generation came, ചിന്ത പോലും ദുഷ്ടതയുള്ളതായി. even their thoughts were evil. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നോ? Could you understand what I shared? അപ്പൊ ദൈവം വെളിപ്പെടുത്താഞ്ഞിട്ടല്ല, So it doesn't mean that God didn't reveal it to them. തലമുറ കാണാഞ്ഞിട്ടുമല്ല, And it doesn't mean that the generation didn't see it. ഫോളോ ചെയ്യാൻ തലമുറ തയ്യാറല്ല. But the generation was not ready to follow it. പിതാക്കന്മാർ കൈമാറാൻ തയ്യാറായുമില്ല. And even the fathers were not ready to hand it over to them. കണ്ടെത്താൻ തലമുറ ശ്രമിച്ചില്ല. And the children even didn't try to seek for it. ഇവിടെയാണ് 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന്റെ പ്രത്യേകത. And this is where we understand the importance of verse 8 in chapter 6 of the book of Genesis. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. But Noah found favor in the eyes of the Lord. നീ അന്വേഷിച്ചില്ലെങ്കിൽ, If you do not seek, നീ കണ്ടെത്തിയില്ലെങ്കിൽ, if you do not try to search for it, നീ ശ്രമിച്ചില്ലെങ്കിൽ, if you do not attempt for it, അന്വേഷിച്ചു വരുന്നതിന്റെ പേരത്ര കൃപ. the one who comes seeking for you, it is called as grace. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കൃപയായിട്ട് ഈ വേദപുസ്തകത്തിൽ അവതരിപ്പിച്ചേക്കുന്നത്. That is why Jesus Christ is being represented as grace in this Bible. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച കൃപ അതത്ര ക്രിസ്തു. Jesus Christ is the grace that we received from God. ഇവിടെ എന്താ പറയുന്നത്? What is being said here? മനുഷ്യന്റെ ദുഷ്ടത കണ്ട് യഹോവ സങ്കടപ്പെടുമ്പോ, When the Lord is grieving by the evil that is in man, നോഹ കണ്ടെത്തി കൃപ എന്നല്ല, it doesn't say that Noah went and sought for it, പകരം നോഹയ്ക്ക് ലഭിച്ചു കൃപ. but it means that Noah received the favor. അപ്പം ഒരു കൃപയെ കൈമാറാൻ മനസ്സ് കാണിക്കുന്ന ദൈവം, So a God who desires to hand over His grace. എത്ര പേർക്ക് ദൂത് How മനസ്സിലാവും? many of you could understand this voice? ഹൃദയത്തിലെ നിരൂപണം വരെ ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ, So in a generation where even the intentions of their hearts are evil continually, ഒരു കൃപ കൈമാറാൻ മനസ്സ് കാണിക്കുന്ന ദൈവം, there is a God who desires to release or hand over His grace to them. ദൈവമക്കളെ, Children of God, ഈ കൃപ ഇന്നും അവൈലബിളാ. this grace is even available today. ദൈവസഭകൾ അധപതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, When the church, when the body of Christ is going to its worst way, ദൈവസഭയ്ക്കകത്ത് ലോകം കയറിയിരിക്കുമ്പോൾ, and when the world has successfully entered into the body of Christ, ദൈവസഭയെ ലോകം കീഴടക്കി വെച്ചിരിക്കുമ്പോൾ, when the world has
laid his control over the church. ദൈവസഭയെ ചില മാനുഷിക മണ്ഡലങ്ങൾ കീഴടക്കി വെച്ചിരിക്കുമ്പോൾ, And when the world is being very successfully controlled by some human realms, പിശാചിന്റെ പല ഉപായങ്ങളും മനുഷ്യരെ കീഴടക്കി ദൈവസഭയെ ഒതുക്കി വെച്ചിരിക്കുമ്പോൾ, and when the church is being conquered by using people and through them as the deception has entered the church, പിശാച് ഉപായത്തെ മനുഷ്യനിൽ കടത്തി ആ മനുഷ്യർ സഭയെ കീഴടക്കി വെച്ചിരിക്കുമ്പോൾ, Satan allowed his deception to enter into certain people, and those people, as they have successfully entered into the church, അവർ സഭയെ കീഴടക്കി വെച്ചിരിക്കുമ്പോൾ, they have conquered the church. സ്വർഗം പറയുന്നു, The Lord says, കൃപ തരാൻ ഞാൻ തയ്യാറാ. I am ready to give you my grace. ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? Are you ready to receive that grace? ഒരു ജനറേഷനെ പുറത്തെടുക്കാൻ, To bring out a generation, അടുത്തൊരു തലമുറയെ സൃഷ്ടിക്കാൻ to create a next generation. ഒരു ഗ്രേസ് തരാൻ ഞാൻ തയ്യാറാ. I am ready to give you a grace for that. അസാധാരണമായ ഒരു ഗ്രേസ് ഇന്ന് ഓപ്പറേറ്റ് ആകുന്നുണ്ട്. A powerful realm of grace is being operating. സഭ ഇത് ഏറ്റെടുത്താണ്. Church, receive this. അസാധാരണമായ ഒരു കൃപയുടെ മണ്ഡലം, A supernatural realm of grace is being opened for you. പാപം സ്ട്രോങ് ആയിരിക്കും, Sin would be stronger. സഭ മുഴുവൻ കറപ്റ്റഡ് ആയിരിക്കും, Church would be completely corrupted. ഒരു സാധ്യതകളുമില്ലായിരിക്കും. There would have been no possibilities. പക്ഷെ ദൈവം പറഞ്ഞു കൃപ അവൈലബിൾ ആ. But God says that grace is available. ഇതിനെ പൊളിക്കാൻ കൃപ തയ്യാറാ. To break all of those things, the grace is available. ഒറ്റയ്ക്ക് ഇതിനെ പൊളിക്കാൻ കൃപ തരാൻ ദൈവം തയ്യാറാ. God is ready to give you this grace so that you can go against them alone. നിന്റെ കൂടെ ആരും വേണ്ട. It is not necessary that you ഈ need കൃപ മതി someone. നിനക്ക് പുറത്തു വരാൻ. This grace is enough for you to come out. എത്ര പേര് ഇന്നത്തെ ദൂത് കേട്ടിട്ട് How many of you who have received this prophetic voice ദൈവത്തോട് ഈ കൃപ ചോദിക്കും? and will ask for this grace from God? അറബലബ ഹതുര അർബന ഹന്തര ദിയാര പ്രൗഢബാബ. കൊരിന്തെന്ന് പറഞ്ഞ തകർന്ന മണ്ഡലത്തെ, Corinth, that was a destructed realm. അവരുടെ കൾച്ചറിന് പോലും പേര് കൊരിന്തെന്ന്. Even their culture was named as Corinth. അതിനെ പൊളിക്കാൻ, And to break that, ആ കൊരിന്തിൽ ഒരു കൃപ ഇറങ്ങിയതുപോലെ and just as a grace came into that place, Corinth, ഒരു പൗലോസിലൂടെ, through a Paul, ഒരു അപ്പല്ലോസിലൂടെ, through an Apollos, ഒരു ഗ്രേസ് ആ ദേശത്തേക്ക് ഇറങ്ങിയതുപോലെ, just as a grace was released over that place. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, In the last week, just as we said, കാനിബൽസ് ആയ, നരഭോജികളായ ബർബരന്മാർ വസിക്കുന്ന മാൾട്ടാ ദ്വീപിൽ, മെലീത്ത ദ്വീപിൽ പൗലോസിലൂടെ ഒരു കൃപ വ്യാപരിച്ചതുപോലെ, and just as a grace operated through Paul in the place called Malta, where there are cannibals and barbarous, അവർ അസാധാരണമായ ദയ കാണിച്ചെന്നല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചേ. we studied that they showed unusual kindness. അതെങ്ങനെ വന്നു? How did that happen? അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രേസ് ഉണ്ടായി. There was a grace that operated in അതിനാൽ between them. പിടിക്കപ്പെട്ടവനായിരുന്നു പൗലോസ്. And Paul was the one who was caught by that. സ്വർഗം പറയുന്നു, The Lord says, നോഹേ, Noah, നശിപ്പിക്കപ്പെടേണ്ട തലമുറയുടെ കൂട്ടത്തിൽ ഒരാളാ നീ. you are one among that generation that needs to be destroyed. രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീയുമില്ല. You are also not in that group that needs to be saved. ആരുമില്ല രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ. There is no one in the group that needs salvation. നീയും നശിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. Even you are one among those of destruction. പക്ഷെ ദൈവം പറയുന്നു കൃപ തരാൻ ഞാൻ തയ്യാറാ. God says that I am ready to give you my grace. നോഹ പറഞ്ഞു ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. Noah said that I am ready to receive that അതുകൊണ്ടാണ് grace. അവിടെ പറഞ്ഞേക്കുന്നത്. That is why the scripture says, but അതൊക്കെ ശ്രദ്ധിച്ചു. എന്നാൽ but നോഹയ്ക്ക് കൂടെ കൃപ ലഭിച്ചു. Noah found favor in the eyes of the Lord. 7-ാം വാക്യം നിങ്ങൾ ഒന്നുകൊണ്ടും ശ്രദ്ധിക്കണം, എപ്പോഴേ ഇതിന്റെ ആഴം മനസ്സിലാവും. Let us pay attention to verse 7 once again, then only you will understand it. മനുഷ്യനെ കുറിച്ച് എന്താ പറയുന്നത്? What is being said about man in ഞാൻ that scripture? സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും.
I will blot out man whom I have created from the face of the land. അപ്പൊ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ മൊത്തം നശിപ്പിക്കുമെന്ന്. It means the man that was created by God said that I will destroy them completely. അതിനകത്ത് നോഹയുണ്ട്. Noah is also one among them. അടുത്ത പറഞ്ഞ കേട്ടോ, And see the next verse. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. Man and animals and creeping things and birds of the heavens. അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. For I am sorry that I have made them. അപ്പൊ എല്ലാത്തിനും നശിപ്പിച്ചു കളയുമെന്നാ പറഞ്ഞു. So God was saying that I will destroy everything. എന്നാൽ ഇനിയാണ് അടുത്ത വാക്ക്. Then we see the next verse. But നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. Noah found favor in the eyes of the Lord. ഒരു നോഹയ്ക്ക് ആ കൃപ ലഭിച്ചപ്പോൾ When one Noah received this grace, ഇഴജാതികൾ രക്ഷപ്പെട്ടു, the creeping things were saved, മൃഗങ്ങൾ രക്ഷപ്പെട്ടു, the animals were saved, പക്ഷികൾ രക്ഷപ്പെട്ടു, the birds were saved. എല്ലാത്തിൽ നിന്നും ഒരു വീണ്ടെടുപ്പുണ്ടായി. And a restoration, a deliverance happened in every realm. ഒരു ഗ്രേസിന്റെ പ്രത്യേകത അതാ. This is the uniqueness of this grace. എല്ലാ മേഖലയിലും വീണ്ടെടുപ്പ് നടക്കും. Oh, the redemption will happen in every realm. കൃപ വെളിപ്പെട്ടാൽ When the grace is manifested, എല്ലാ മേഖലകളിലും വീണ്ടെടുപ്പ് നടക്കും. every realm, every level will be redeemed. ഞാൻ ഈ വാക്ക് പറഞ്ഞ ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുക. Tonight I would say this and then conclude. നിന്റെ ചരിത്രം, Your history, നിന്റെ അവസ്ഥ your situation നശിക്കപ്പെടാൻ സാധ്യതയുള്ളതായിരിക്കാം. would be a situation where you would have the possibility of being destroyed. കരുണ ലഭിക്കാൻ സാധ്യതയില്ലായിരിക്കാം. You do not have any possibility of experiencing compassion. അർഹതകൾ നിനക്കില്ലായിരിക്കാം. You would not be deserving. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, But I would like to tell you one thing. കൃപ എല്ലാത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുന്ന, Grace is the one that redeems you from everything. നിന്റെ ഫിനാൻസിനെ വീണ്ടെടുക്കാൻ പറ്റും. It can redeem your finance. നിന്റെ കുടുംബത്തെ വീണ്ടെടുക്കാൻ പറ്റും. It can redeem your നിന്റെ family. തലമുറയെ വീണ്ടെടുക്കാൻ പറ്റും. It can redeem your children. നിന്റെ ജോലിയെ വീണ്ടെടുക്കാൻ പറ്റും. It can redeem your job. നിന്റെ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ പറ്റും. It can give you back everything that you നിന്റെ have lost. സമയത്തെ വീണ്ടെടുക്കാൻ It can പറ്റും. restore your time. അർബന സുഖതല പ്രൗഢമ. ആ കൃപ ഇന്ന് അവൈലബിൾ ആ. That grace is available tonight. എത്ര പേര് ഇന്ന് പകൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് അത് വിശ്വസിക്കുന്നു? How many of you believe this thing tonight? അടുത്ത മേഖലയിലോട്ട് കയറിയ ചില മണിക്കൂറുകൾ പോകും. If we touch the next portion, much more time will go. അടുത്ത ആഴ്ച ഞാനത് പറഞ്ഞോളാം. Next week I will share it with you. ഇന്ന് ഈ കൃപ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്നോട് ദൈവാത്മാവ് പറയുന്നു. Holy Spirit says that just share about this grace and then conclude. ഇത് കൃപയുടെ രാത്രിയാ. This is the night of grace. നീ ഇതുവരെ കാണാത്ത കൃപയുടെ ഒരു തലം. A realm of grace that you have never witnessed. നിന്റെ കുടുംബം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കൃപയുടെ ഒരു തലം. A realm of grace that your family has never experienced. നീ ഇതുവരെ രുചിക്കാത്ത ഒരു കൃപയുടെ തലം. A realm of grace that you have never tasted yet. ഇന്ന് നിനക്ക് വേണ്ടി തുറക്കുകയാണ്. Tonight it is opening for you. നിനക്ക് വേണ്ടി അത് വെളിപ്പെട്ട് വരികയാണ്. Tonight it is manifesting for you. എല്ലാ മേഖലയിൽ നിന്ന് നിന്നെ റീസ്റ്റോർ ചെയ്യുന്ന, To restore you from every realm. എല്ലാ മേഖലയിൽ നിന്നെ വീണ്ടെടുക്കുന്ന To redeem you from every realm. ഒരു കൃപ ഇന്ന് നിനക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. A grace is ready for you tonight. നിന്റെ ഹിസ്റ്ററിയെ തിരുത്തുന്ന, To rewrite your history. നശിച്ചു പോകുന്ന ഒരു ചരിത്രത്തെ തിരുത്തുന്ന. To rewrite the history of your അടുത്ത destruction. വാക്യം അതാ പറയുന്നത്. Next verse speaks about നോഹയുടെ ചരിത്രം തന്നെ മാറി. the history of Noah changed. നോഹയുടെ വംശാവലി തന്നെ മാറി. The genealogy of Noah changed. വംശാവലിയെ മാറ്റുന്ന ഒരു ഗ്രേസ്. A grace that changes your എന്ന് genealogy. പറഞ്ഞാൽ അടുത്ത തലമുറയെ ജനിപ്പിക്കുന്ന പിതൃത്വത്തിന് മാറ്റം വരുത്തുന്ന ഒരു ഗ്രേസ്. A grace that brings change to the fatherhood that will give birth to the next ഇന്ന് generation. പകൽ അത് വെളിപ്പെട്ടു വരികയാണ്. It is being ഈ revealed രാത്രിയിൽ tonight. അത് വെളിപ്പെട്ടു വരികയാണ്. Tonight it is being manifested to you. നിങ്ങളുടെ തലമുറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അപ്പനെ കാണാൻ പോവാ. They are going to see a father that your generation has never seen. സഭയിലെ അടുത്ത തലമുറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പിതൃത്വത്തെ കാണാൻ പോവാ. The church, the generation in the church that has not seen a father yet, such a father yet, they
they are going to see such a father. കൃപയിൽ മൂവ് ചെയ്യുന്ന ഒരു പിതാവിനെ, A father that operates in grace. ദൈവത്തിന്റെ കൃപയെ കൈകാര്യം ചെയ്യുന്ന ഒരു പിതൃത്വത്തെ, A father that handles the grace of God in clarity. തലമുറകൾ കാണാൻ പോവുക. Your children are going to see them. എത്ര പേർക്ക് മനസ്സിലാവുന്നു? How many of you could understand this? ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് കരയാം. Let us cry out for that grace. അങ്ങ് എനിക്കിത് കൈമാറണം. God, you hand it over to me. എൻ്റെ തലമുറയെ വീണ്ടെടുക്കുന്ന ഒരു കൃപയെ എന്നിലേക്ക് കൈമാറണം. Lord, you hand over a grace into me so that I can restore my generation. അടുത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കൃപ എനിക്ക് തരണം. Lord, release a grace over me so that I can create a next generation. സകല തകർച്ചകളെയും പണിതെടുക്കുന്ന ഒരു ഗ്രേസ് എനിക്ക് തരണം. Lord, give me the grace that will help me to build every destructions that I faced. കണ്ണുകളടച്ചാട്ട് Let us all close our eyes. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, Our Heavenly Father, ഞങ്ങളോട് അറിയിച്ച നിന്റെ ശബ്ദത്തിനായി സ്തോത്രം. we thank you for the voice that you released over us tonight. ഞങ്ങളെല്ലാവരും നിന്നോട് ചോദിക്കുന്നു, Lord, all of us, we ask you for this. ആ ഗ്രേസ് ഞങ്ങൾക്ക് വേണം. We want that grace. ആ കൃപ ഞങ്ങൾക്ക് വേണം. We want that grace. അപ്പ ഞങ്ങളോട് മനസ്സലിയണം. Lord, have mercy on us. ഞങ്ങളുടെ ചരിത്രം നല്ലതല്ല. Lord, our history is not good. ഞങ്ങളുടെ അനുഭവം നല്ലതല്ല. Our experiences are not good. ഞങ്ങളുടെ അവസ്ഥ നല്ലതല്ല. Our situation are not good. ഞങ്ങളൊന്നിനും യോഗ്യരല്ല. Lord, we are not worthy for anything. കർത്താവേ, കൃപ തോന്നണം ഞങ്ങളോട്. Lord, have grace upon us, O Lord, ഒരു തലമുറയെ വീണ്ടെടുക്കണമെങ്കിൽ, so that we can redeem our generation, ഒരു റീസ്റ്റോറേഷൻ ഉണ്ടാകണമെങ്കിൽ, so that we can experience a restoration, ഒരു സഭയെ യഥാർത്ഥത്തിൽ ദേശത്തിൽ വെളിപ്പെടുത്തി കാണിക്കണമെങ്കിൽ, so that we can manifest the true church in our city. ഞങ്ങൾക്ക് കൃപ തരണം. We need that grace. ആ കൃപയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. We surrender ourselves for that grace. അപ്പോൾ അസാധാരണമായ കൃപ അനുഭവിക്കുന്ന ഒരു തലമുറയായി, ഒരു പിതൃത്വമാക്കി ഞങ്ങളെ മാറ്റണം. Lord, transform us to be that father and to be that generation that experiences your supernatural grace. ഞങ്ങളുടെ ചരിത്രം മാറ്റുന്ന ഒരു കൃപ ഞങ്ങൾക്ക് തരണം. Lord, you give us a grace that will change our history. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. For that we surrender ourselves, O Lord. ഞങ്ങളെ ഏൽപ്പിക്കുന്നു. We submit ourselves. ഞങ്ങൾ ഈ ഗ്രേസിന് വേണ്ടി കാത്തിരിക്കുന്നു. And we wait patiently for this grace. മഹത്വം അങ്ങേക്ക്. All glory to you. പ്രാർത്ഥന കേട്ടതിന് നന്ദി. Thank you for hearing our prayer. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. In Jesus Christ's name we pray. ആമേൻ. Amen. Amen. ആമേൻ. Amen, Lord. ഈ കൃപ അവൈലബിളാ. This grace is available. കർത്താവ് തയ്യാറാ. The Lord is ready. സ്വീകരിക്കാൻ നീ തയ്യാറാണ്. Are you ready to receive it? നോഹയ്ക്ക് ലഭിച്ചു. Noah received it. നിന്റെ ടെസ്റ്റിമണി അതായി മാറട്ടെ. This should be your testimony. കൃപ ലഭിച്ചവർ, The ones who have received the grace. മറിയയ്ക്ക് കൃപ ലഭിച്ചു. Mary received the grace. നോഹയ്ക്ക് കൃപ ലഭിച്ചു. Noah received the grace. ഈ തലമുറയിൽ നീയും സാക്ഷ്യം പറ. Even in this generation you should എനിക്ക് testify കൃപ this. ലഭിച്ചു. I have received the grace. അന്വേഷിച്ച് കണ്ടെത്തുക. Seek for it and find it out. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. May the Lord prepare you for that. God bless you all.